ട്രാൻസ്ലേഷൻ. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരുമാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്നും തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് അർജുനൻ പറയാണ്, ലോകമെമ്പാടും എന്താണ്? ഭഗവാന്റെ ഭഗവാനിൽ നിന്നും ഉദിക്കുന്ന ആ ജ്വാല കൊണ്ട് ലോകമെമ്പാടും ജ്വലിക്കുന്നു എന്ന് പറയാം. കണ്ണുകൾ എന്താ? സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ. എല്ലായിടത്തും വെളിച്ചം പകരാണ്. അനേകം കൈകള്, ലോകമെമ്പാടും ഭഗവാന്റെ കൈകള് ഇങ്ങനെ പരന്ന് പന്തലിച്ച് നിൽക്കുന്നത് അർജുനൻ കാണാണ് അല്ലെ. അപ്പൊ ഈ ഭഗവാന്റെ ഈ ഷഡ് ഐശ്വര്യങ്ങളില് പൂർണ്ണനാണ് ഭഗവാൻ. ഇവിടെ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് ഭാവാർത്ഥത്തിൽ എന്താ? പരമദിവ്യോത്തമ പുരുഷന്റെ 6 വിഭൂതികൾക്ക് പരിധിയില്ല. അപ്പൊ ഏതാണ് ഈ 6 വിഭൂതികള്? ഷഡ് ഐശ്വര്യങ്ങൾ. ഒന്ന് ഐശ്വര്യം, എന്താണ്? ധനം അല്ലെ. പിന്നൊന്ന് ശ്രീ, സൗന്ദര്യം. പിന്നൊന്ന് ജ്ഞാനം അല്ലെ, ജ്ഞാനം, നോളജ്. പിന്നെ എന്താണ്? വീര്യം, ബലം. ഓക്കെ. പിന്നെ ഉള്ളത് യശസ്, ഫെയിം, യശസ്. പിന്നെ വൈരാഗ്യം, പ്രൊനൗൺസിയേഷൻ. ഇതാണ് 6 വിഭൂതികൾ ഭഗവാന്റെ. ഇതിൽ 100% ഭഗവാൻ. അതാണ് ഭഗ എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ഈ 6 വിഭൂതികളിലും പൂർണ്ണനായിട്ടുള്ളത്. നമുക്കും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അപൂർണമാണ്. നമ്മളുടെ ഈ ശക്തികളെല്ലാം അപൂർണമാണ്. നമുക്കും നമ്മളുടെ പലരിലും ഉണ്ട്. സൗന്ദര്യമുള്ളവരുണ്ട് അല്ലെ. മിസ് യൂണിവേഴ്സും മിസ് ഇന്ത്യ ഒക്കെ ആയിട്ട് വന്നവരുടെ സൗന്ദര്യം കൊണ്ട് അവർക്ക് കിട്ടുന്നു. പക്ഷെ അവർക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല മുഴുവനും. അതുമാതിരി ഒരുപാട് ധനികരുണ്ട്. ആ ധനികന് സൗന്ദര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ എല്ലാം ഇല്ല. ചിലതൊക്കെ ഉണ്ടാവും, ചിലതൊക്കെ ഉണ്ടാവില്ല. അല്ലെ. ഇപ്പൊ ശക്തിയുള്ളവനെ ശക്തിമാൻ എന്ന് പറയുന്നു അല്ലെ. ധനമുള്ളവനെ ധനവാൻ എന്ന് പറയുന്നു. ഭഗവാൻ ഈ 6 കൂട്ടങ്ങളും ഒരുമിച്ചുള്ളതാണ് ഭഗ എന്ന് പറയുന്നത്. ഭഗ, ഈ 6 ഷഡ് ഐശ്വര്യങ്ങൾ. ആ 6 ഐശ്വര്യങ്ങളും ഒരുപോലെ 100% ഉള്ള ആളാണ് ആര്? ഭഗവാൻ. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ളതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ കണ്ണുകളും സൂര്യചന്ദ്രന്മാരാണ്. ഭഗവാന്റെ കൈകള് എല്ലായിടത്തും പടർന്ന് കിടക്കണതായിട്ട് അർജുനൻ കാണുന്നു അല്ലെ. അപ്പൊ നമുക്കുമുണ്ട് കൈകളൊക്കെ ഇല്ലേ. നമ്മുടെ കൈകൾ വെച്ച് നമ്മളെല്ലാവരും, ലോകത്തുള്ളവരെല്ലാവരും പലതും പ്രവർത്തിക്കുന്നു, പലതും നേടുന്നു അല്ലെ. അതിലൊക്കെ അഭിമാനം കൊള്ളുന്നു, അതിലൊക്കെ അഹങ്കരിക്കുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്? ഭഗവാന്റെ കൈകളാണ് അല്ലെ നമുക്ക് ശക്തി തരുന്നത്. നമ്മൾ കൊച്ചു കുട്ടികളില്ലേ, വാവമാരൊക്കെ പിച്ചെ നടത്തിയില്ലേ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട്. കുഞ്ഞു വാവമാര് കുഞ്ഞിങ്ങനെ കയ്യും പിടിച്ചിട്ട് നമ്മളിങ്ങനെ കൈ പിടിച്ച് കൊടുക്കുമ്പോ പതുക്കെ അടിവെച്ച് നടക്കും അല്ലെ. കുറച്ച് കഴിയുമ്പോ കയ്യില്ല. എങ്ങനെയാ നടന്നു തുടങ്ങണത്? സഹായത്തോടുകൂടി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നടന്നു തുടങ്ങും. ശരി, പക്ഷെ ആദ്യം എങ്ങനെയാണ് നടക്കുന്നത്? അച്ഛന്റെ അമ്മ. ബലം എവിടെ നിന്നാണ്? അച്ഛന്റെ അമ്മയുടെയും. അച്ഛനെ പിടിച്ചു നടത്തുന്നവരുടെ അല്ലെ. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഈ ഫലം? ഭഗവാന്റെ കൈകളാണ് ശക്തി. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കൈ, കാല്, കണ്ണ്, കാത് എല്ലാം എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്? ഭഗവാന്റെ ജ്യോതിസ്, ഭഗവാന്റെ ശക്തിയിൽ, ഭഗവാന്റെ തേജസ്സിൽ നിന്നാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു, നേടി എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടേ? ഭഗവാനോട് നന്ദി പറയാണ്. നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റണമെങ്കിൽ അതാരാണ്? ഭഗവാന്റെ കൈകളാണ് നമുക്ക് ആ ശക്തി. നമ്മളെങ്ങനെ പിച്ച കുട്ടികളെ നടത്തുന്നത്? ഭഗവാന്റെ കൈകളാണ് നമ്മളെ പിടിച്ച് അത് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ. അഹങ്കരിക്കുന്നതിന് പകരം നന്ദി പറയാം. അടുത്ത 20ാമത്തെ ശ്ലോകം വായിക്കാം. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. ട്രാൻസ്ലേഷൻ. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമിയാകാശങ്ങളും സർവദിങ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ, ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. ഇപ്പൊ എന്താ? ലോകത്രയം, 3 ലോകങ്ങൾ ഉള്ളവരും ഇത് കാണുന്നുണ്ട്. ഭഗവാന്റെ ഈ വിശ്വരൂപം കാണുന്നു. അതായത് ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ളവർക്കെല്ലാം ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നെ അർജുനനെ കൂടാതെ ആരാണ് കാണുന്നത്? സഞ്ജയൻ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ സഞ്ജയന്റെ വാക്കുകളിലൂടെയാണ് നമ്മളും, ധൃതരാഷ്ട്രം അറിയുന്നത് സഞ്ജയന്റെ ഇതിലൂടെയാണ് നമ്മളും ഇതെല്ലാം അറിയുന്നത് അല്ലെ. അപ്പൊ മറ്റു ഗ്രഹവ്യൂഹങ്ങളിലും ഉള്ളവരെല്ലാം തന്നെ ഇത് കാണുന്നത്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന അർജുനൻ പറഞ്ഞു, ഇത് ഞാൻ കാണുന്നു. അതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാന്റെ രൂപമാണ്, അതില് ഉൾക്കൊള്ളുന്നു എന്ന് പറയണം. ഓക്കെ. അടുത്ത 21 വായിക്കാം. അമീഹിത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം
സുനിഭി പുഷ്കലാഭി. ട്രാൻസ്ലേഷൻ: ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപോകുന്നു, പ്രവേശിക്കുന്നു. അവയിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂത്രങ്ങളാൽ സ്തുതിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെ ഗുണമനുസരിച്ച് ഓരോരുത്തർ ഓരോ രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്, അല്ലെ? സുരസംഘങ്ങള്, ഇവിടെ പറഞ്ഞ ദേവഗണങ്ങള്, സുരസംഘങ്ങള് ഭഗവാൻ ആ വിശ്വരൂപത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെയോ അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചിലർ അത്ഭുതചകിതരായിട്ട്. മറ്റു ചിലര് മഹർഷിമാരും സിദ്ധരും ഒക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ വിധത്തിലാണ് ഈ ഇതിനെ ഇതിനോട് റെസിപ്രിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഭാവത്തിനോട് പെരുമാറുന്നത് പലരും പല വിധത്തിലാണ്, ഓരോരുത്തരുടെ ആ ഒരു ഗുണമനുസരിച്ച് എന്ന് പറയുന്നു. ഓക്കെ, 22 വായിക്കാം. രുദ്രാദിത്യാവസവോ യേ ച സാധ്യ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധ സംഘ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. അപ്പൊ ആശ്ചര്യകരമാവും അത്ഭുതകരമായിട്ടുള്ള ഈ രൂപം കണ്ടിട്ട് ഇവരെല്ലാവരും പല വിധത്തിലാണ് പ്രതികരിക്കുന്നത്. അർജുനനും പറയുക, ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യത്തോടെ എങ്ങനെ നോക്കണു, എനിക്കും ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യം തോന്നണു എന്ന് പറയാം. കാരണം കാണാത്തൊരു രൂപമാണ്. എന്താണ്, എല്ലാ ദേവീ ദേവതമാര് വരെ എന്താണ് ആശ്ചര്യത്തോടെ ഭഗവാന്റെ ആ രൂപം നോക്കി നിൽക്കുകയാണ്. എല്ലാവരും തന്നെ, സിദ്ധന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും സകല ദേവീ ദേവന്മാരും എല്ലാവരും ഈ രൂപം കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെ? നമുക്കിതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമോ? നമുക്ക് അല്പം പോലും ഉൾക്കൊള്ളാൻ പ്രയാസമാണല്ലേ? എന്തിനാ, ഒട്ടും തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതെ അല്ലേ? അത്രയ്ക്ക് ഇതെല്ലാം കേട്ടുമ്പോ അത്രയ്ക്ക് ഭയങ്കര വിപുലമായിട്ടുള്ള ഒരു രൂപമാണ് എല്ലായിടത്തും പടർന്നു കിടക്കുന്നത്. പറഞ്ഞ വാക്കുകളുണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പോലെയാണ് ആ ഭഗവാന്റെ ആ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 23 വായിക്കാം. രൂപം മഹത്തെ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംശ്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവൃത്തിസ്താഹം. മഹാബാഹോ, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകര ദംഷ്ട്രങ്ങളും ഉള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവ്വലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു. അപ്പൊ അർജുനൻ പറയാ, എല്ലാ വ്യൂഹങ്ങളിലുള്ളവരും എന്താണ്, ഒരുപാട് കാലും കൈയും മുഖവും ഉദരങ്ങളും ഭീകര ദംഷ്ട്രങ്ങളും പല്ലുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ടുള്ള പല്ലുകൾ, ഇതെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും ഭയമാണ്, എല്ലായിടത്തും എനിക്കും എന്ന് പറയണം, അല്ലെ? പ്രപഞ്ചം മുഴുവനും കാണുന്നു, സർവ്വലോക നിവാസികളും അസ്വസ്ഥരാണ്. ഇത് കണ്ടിട്ട് അർജുനൻ പറഞ്ഞു, ഞാനും അസ്വസ്ഥനാണ്. അർജുനൻ ഇത് കാണണം എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അസ്വസ്ഥത കൂടിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ശ്ലോകം വായിക്കാം. ദംശ്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. മാതാജി, നഭസ്പൃശം 24 നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാതാനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യതിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേകം വികിരണ വർണ്ണ ജാലങ്ങളോടുകൂടിയും പിളർന്ന വായോടുകൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടുകൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു. എനിക്ക് എന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് പറ്റി? അർജുനന്റെ ബാലൻസ് തെറ്റിയാണ്. എനിക്ക് എന്റെ സന്തുലിതാവസ്ഥ, സന്തുലനത്തെ എനിക്ക് നിലനിർത്താൻ ആകുന്നില്ല എന്ന് പറയാം. ഇത് കണ്ടിട്ട് അത്രയും
സർവ്വവ്യാപിയായിട്ടുള്ള ആകാശം മുട്ടുന്ന എന്താണ് നഭസ്പൃശം. ഏവിയേഷന്റെ മോട്ടോ ആണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ ആണത്. എന്ത്, അതായത് വ്യോമയാനത്തിന്റെ മുദ്രാവാക്യം ഇതാണ്, നഭസ്പൃശം, ആകാശം മുട്ടുന്നു. അതുപോലെ ആകാശം മുട്ടത്തക്ക അവിടെ നിൽക്കുന്ന ഈ രൂപം ഇതിനകത്ത് കണ്ടിട്ട് പേടിയാവുന്നു എന്ന് ഭഗവാൻ വലിയ തിളങ്ങുന്ന കണ്ണുകളും ആ ഭഗവാന്റെ ആ രൂപമാണ് വർണ്ണിച്ചും കൊണ്ടിരിക്കുന്നത്. വലിയ കണ്ണുകളും അനേകം കൈകളും പിന്നെ എന്താണ് ആകാശം മുട്ടുന്ന ആ രൂപവും നഭസ്പൃശം, ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും, പ്രപഞ്ചം മുഴുവനും, എല്ലാ ഗൃഹവ്യൂഹങ്ങളിലുള്ളവരും ഭയാകുലരാണ്. എനിക്കും എന്റെ ബാലൻസ് തെറ്റിപ്പോണു, ഇത് കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റണില്ല ഭഗവാനെ കൃഷ്ണ എന്ന് അർജുനൻ പറയാണ്. ഓക്കെ, 25 വായിക്കാം. ദംശ്രാകരാളാണി ച തേ മുഖാനി ദംശ്രൈവ കാലാന സന്നിഭാനി ദിശോന ജാനേന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ട്രാൻസ്ലേഷൻ: ലോകനാഥനായ ദേവദേവ പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലകളെ പോലിരിക്കുന്ന ദംശ്ര കരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു, ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. തെക്കേതാ വടക്കേതാ ഏതാ ദിഗ്ഭ്രമം? ഇന്നത്തെ വരിക പടിഞ്ഞാറേ ഒന്നും തിരിച്ചറിയണില്ല എനിക്ക് സകല, കാരണം ഇത് മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ് ഭഗവാന്റെ ആ രൂപം. അതുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും തിരിച്ചറിയുന്നില്ല, എനിക്ക് ദിഗ്ഭ്രമം സംഭവിക്കുകയാണ്, എനിക്ക് കണ്ടിട്ട് എന്റെ സമനില തെറ്റാണ്, എന്നെ പ്രസാദിക്കണേ ഭഗവാനെ എന്ന് പറയാണ് അല്ലെ. ആദ്യം ഇത് കാണണം എന്നുണ്ടായിരുന്നു, ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ആകപ്പാടെ പേടിച്ച് അരണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ വിശാലത കണ്ടിട്ട് പ്രപഞ്ചം മുഴുവനും പരന്ന് കിടക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കുമൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ആത്മീയ അനുഭവം ഒക്കെ കുറിച്ച് ഒരു ആഗ്രഹമൊക്കെ, നമുക്ക് ആത്മീയ അനുഭവം കിട്ടണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ റെഡിയാണോ, നമ്മൾ പ്രിപ്പയർഡ് ആണോ? അവിടെ അർജുനനെ കണ്ടിട്ട് മതിയെ, അർജുനനിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ് എന്തൊക്കെയാണ് എന്ന് അല്ലെ. അപ്പൊ നമ്മൾ റെഡിയാണോ ഇത് കാണാൻ? എങ്ങനെ ഉണ്ടാവും നമ്മൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കാൻ ചില ആത്മീയ അനുഭവങ്ങളൊക്കെ കിട്ടണമെന്ന്. ഈ ഒരു 10 വോൾട്ട് ബൾബിന്റെ ഉള്ളിലേക്ക് ഒരു 1,00,000 വോൾട്ട് ഇലക്ട്രിസിറ്റി അതിനകത്തേക്ക് കടത്തിവിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആ ബൾബിന്റെ ഒരു 10 വോൾട്ട് ബൾബ് അതിൻ്റെ ഉള്ളിലേക്ക് 1,00,000 വോൾട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുക, അതിന്റെ ഗതി എന്തായിരിക്കും ആ ബൾബിന്റെ? അതുപോലെ നമ്മൾ അതുപോലും ഇല്ല, 5 വോൾട്ട് പോലും ഇല്ല, അർജുനന്റെ അത്രയും പോലും ഇല്ല. ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഇല്ല ഈ വിശ്വവിഖ്യാതമായിട്ടുള്ള ഈ രൂപം താങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് എന്റെ ഭക്തരെന്താണ് ചിന്തിക്കുന്നത്? ആ ശ്രീകൃഷ്ണ രൂപം. നമുക്ക് അതിലേക്ക് വരാം, അതാണ് ചിന്തിക്കുന്നത് അല്ലെ. കാരണം ഇതൊക്കെ താങ്ങാനുള്ള ശേഷി നമുക്കില്ല. ഇതിന്റെയൊക്കെ മൂല കാരണമാരാണ്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം നമ്മള് ധ്യാനിച്ച് നാമം ചെല്ലിയപ്പോ ഇതിന് മുമ്പും ഇവരൊക്കെ മാതാജിയും പ്രഭുവും ഒക്കെ പറഞ്ഞത് എന്താ? ഹരികൃഷ്ണ മന്ത്രത്തിൽ ഭഗവാനെ ചിന്തിക്കുക. ഇത് ഈ രൂപത്തിന്റെ ഒക്കെ മൂല കാരണം ഹേതു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത 26, 27 വായിക്കാം. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവനി പാലസംഘൈ ഭീഷ്മോ ദ്രോണസൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈ. 27 വക്ത്രാണി തേ ത്വരമാണ വിശന്തി കേചിത് വിലഗ്നാദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. ട്രാൻസ്ലേഷൻ: ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായുകളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദ്രംശ്രങ്ങൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞരയുന്നു. എന്താ അവിടെ കാണുന്നേ? ആരാലും തോൽപ്പിക്കപ്പെടാനാകാത്ത ഭീഷ്മരും ദ്രോണരും സൂതപുത്രൻ, അർജുനൻ വിളിക്കുന്ന കൃഷ്ണനെ സൂതപുത്രൻ. കാര്യം സ്വന്തം ജ്യേഷ്ഠനാണെന്ന് അറിയില്ല, പിന്നീട് ഇതെല്ലാം കഴിയുമ്പോൾ അറിയുന്നേ അല്ലെ. സൂതപുത്രൻ എന്നാ വിളിക്കുന്നത്. കർണനും ഇവരൊക്കെ വളരെ വലിയ യോദ്ധാക്കളായിരുന്നു. അവര് പോലും എന്താണ് നമ്മുടെ പിന്നെ അർജുനന്റെ സൈഡിലുള്ളവരും എല്ലാവരും തന്നെ ഭഗവാന്റെ വായു തുറന്നിരിക്കുന്ന വായുവിന്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ടാണ് അർജുനൻ. അതായത് ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം കാണുകയാണ്. ഇതിന്റെ അവസാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൃഷ്ണൻ. ഇവരെല്ലാവരും തന്നെ, എതിർഭാഗത്തുള്ളവരും അർജുനന്റെ സൈഡിലുള്ളവരും എല്ലാവരും തന്നെ ആ ഭഗവാന്റെ വായുവിന്റെ ഉള്ളിലേക്ക്, ആ ദംശ്രങ്ങളുടെ ഉള്ളിലേക്ക് പോയിട്ട് ചിലരൊക്കെ ഇങ്ങനെ ഞെരിഞ്ഞ അമരാണ്.
എന്ന് പറയാണ് കാണുന്നത്. അപ്പൊ അർജുനന്റെ പക്ഷം എല്ലാവരും, അപ്പൊ നമ്മൾ ചില ആക്സിഡൻസ് ഒക്കെ, റോഡ് ആക്സിഡൻസ് ഒക്കെ കാണാറില്ലേ? റോഡ് ആക്സിഡൻസിലൊക്കെ ചിലരുടെയൊക്കെ തലയോട്ടൊക്കെ പൊട്ടി ചതറി ഇങ്ങനെ നിൽക്കുന്ന കാണും. എന്താ അതിനകത്ത് മനസ്സിലാക്കണ്ടേ? ഇതാണ് കാണിച്ചു കൊടുത്തത്. ഭഗവാന്റെ ആ ദംഷ്ട്രങ്ങളുടെ ആ പല്ലുകളുടെ ഇടയിൽ ഞെരിഞ്ഞമരുകയാണ്. എല്ലാം കർമ്മം പോലെ നടക്കുള്ളൂ എല്ലാവരുടെയും, അല്ലെ? അതൊക്കെ കാണുമ്പോ സോറി, ആ തലയോട്ടുകൾ എന്താണ് ഇത് കാണുമ്പോ അതും ഭഗവാന്റെ വായിന്റെ ഉള്ള ദംഷ്ട്രങ്ങളുടെ ഇടയിൽ പൊടിഞ്ഞ് ഞെരിഞ്ഞ് അമരുകയാണെന്ന് മനസ്സിലാക്കാതൊക്കെ കാണുമ്പോ, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം, എങ്ങനെയാണ് ഭഗവാന്റെ വായിലേക്ക് ഇതെല്ലാം തിരിച്ചു പോകുന്നത്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യഥാ നദീനാം ബഹവോംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്ത്രാണ്യപി വിജ്വലന്തി. ട്രാൻസ്ലേഷൻ: നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായുകളിലേക്ക് കടക്കുന്നു. ഉദാഹരണം കൂടി പറയാണ്. എങ്ങനെയാണ് നദികൾ എങ്ങോട്ടൊക്കെയാ ഒഴുകുക? സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, അല്ലെ? അപ്പൊ അതുപോലെ ആണ് എല്ലാവരും തിരിച്ച് ഭഗവാന്റെ ഉള്ളിലേക്ക്, ഭഗവാന്റെ വായിലേക്ക്, അങ്ങയുടെ വായിലേക്ക് പോകുന്നത്. ഈ നദിയിലെ വെള്ളം എവിടെ നിന്നുണ്ടാക്കി? ഭഗവാനിൽ നിന്നും വന്നു, ഭഗവാനിലേക്ക് തിരിച്ചു പോവാം. നദിയിലെ വെള്ളം എവിടെ നിന്നുണ്ടായി? എവിടെ നിന്ന് വന്നു? സാഗരത്തിൽ നിന്നല്ലേ? സാഗരത്തിലെ വെള്ളം ബാഷ്പീകരിച്ച് അത് ഉയർന്ന് മേഘങ്ങളാകുന്നു. മേഘങ്ങൾ മഴയായിട്ട് വീഴുന്നു. ആ മഴവെള്ളം നദിയിലും അവിടെ ഇവിടെ എല്ലായിടത്തുമായിട്ട് വീഴുന്നു. വീണ്ടും ആ നദിയിലെ വെള്ളം സാഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അല്ലെ? അപ്പൊ അതൊരു സർക്കിളാണ്, അല്ലെ? അതുപോലെ ഭഗവാനിൽ നിന്നും എല്ലാം വരുന്നു, തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അല്ലെ? പ്രപഞ്ചം മുഴുവനും എന്താണ്? ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു. അവിടെ നിന്നുണ്ടായി തിരിച്ച് കാരണോദകശായി വിഷ്ണുവിന്റെ, ഭാഗവതത്തിലും ഒക്കെ വിശദമായിട്ട് പറയേണ്ട കാരണോദകശായി വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാകുന്നത്. പ്രപഞ്ചങ്ങൾ മുഴുവനും പുറത്തേക്ക് വരുന്നത് തിരിച്ച് അതിലേക്ക് തന്നെ പോകുന്നു, അതിലേക്ക് തന്നെ ഭഗവാനിലേക്ക് തന്നെ പോകുന്നു. പിന്നെ അടുത്തത് വായിക്കാം. 29. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോകാസ്തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഈയാമ്പാറ്റകൾ അതിവേഗത്തിൽ പറന്നു വന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. ഈയാമ്പാറ്റകൾ ഉണ്ടല്ലേ, വിളക്കത്ത പ്രാണി, വിളക്ക് കാണുമ്പോൾ അതിനകത്ത് ആ തീയിലേക്ക് വന്ന് അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ചുറ്റും കറങ്ങി അതിലേക്ക് വീണ് ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇവരെല്ലാവരും തന്നെ ഭഗവാന്റെ ഉള്ളിലേക്ക് പോയിട്ട് വീണ് നശിക്കുന്നു, ഇല്ലാതാകുന്നു എന്ന് പറയും. ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ പഠിച്ചു. നമ്മൾ ആരും ഇല്ലാതാവുന്നില്ല. പിന്നെ നശിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നശിക്കുന്നത് ആരാണ്? എന്റെ ഈ ഭൗതികമായിട്ടുള്ള ശരീരവും ഇതിന്റെ അഡ്രസ്സുകൾ. ഇപ്പൊ ഞാൻ ശ്രീദേവി അല്ലെങ്കിൽ രാധാശക്തി, ഇന്നാളുടെ ഭാര്യ, ഇന്നാളുടെ അമ്മ, ഇന്നവരുടെ അമ്മ, അങ്ങനെ കുറെ, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥ, ഇങ്ങനെ പലതും, ഇന്നവരുടെ മക്കള്, ഇങ്ങനെ കുറെ ഡ്രസ്സുകൾ എനിക്കുണ്ട്. ഇതൊന്നും ഞാനല്ല. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഇതെല്ലാം ഇല്ലാണ്ടാവുകയാണ്. തിരിച്ച് ഒറ്റ മിനിറ്റ്. ഇതെല്ലാം എന്താവണത്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ഡ്രസ്സുകൾ, ഐഡന്റിറ്റി ഒക്കെ ഇല്ലാണ്ടാവുകയാണ് തിരിച്ച്, അല്ലെ? നമ്മൾ ആദ്യത്തെ 2-ാം അധ്യായത്തിലൊക്കെ പഠിച്ചു, ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. പിന്നെ ഇവിടെ നശിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ഡ്രസ്സ്, അതാണ് ഇല്ലാണ്ടാവുന്നത്, അല്ലെ? അത് ഇതോടുകൂടി കഴിഞ്ഞു. അതെല്ലാവരും ഇല്ലാണ്ടാവുന്നത് ഞാൻ കാണുകയാണ് എന്ന് അർജുനൻ പറയാണ്. പിന്നെ അടുത്ത 30-ാമത്തെ വായിക്കാം. ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലത്തി തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം ബാസസ്തവോഗ്ര പ്രതപന്തി വിഷ്ണു. ചുറ്റുപാടുമുള്ള
ജനങ്ങളെ തീയാളുന്ന വായ്കളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. എന്താണ്? തീയാളുന്ന വായിലുകൂടെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? വിഴുങ്ങാണ്. ലേലിഹ്യസേ. എന്നിട്ട് എന്ത് ചെയ്യണോ? ഇങ്ങനെ എല്ലാം വിഴുങ്ങി എല്ലാവരുടെയും തല ഒട്ട് കൂടി ചതച്ച് അരഞ്ഞ് പോവാ. എന്നിട്ട് ലേലിഹ്യസേ എന്താണ്? നാക്ക് നോക്കണം. പല്ലിയൊക്കെ ഗൗളി കണ്ടിട്ടില്ലേ? ഈ നമ്മുടെ ചുമരും കൂടെ പോയിട്ട് ചില പ്രാണികളെ നാക്കിട്ട് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് അതിനെ തിന്നാം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള് കൊച്ചു കുട്ടികൾ ഐസ്ക്രീം ഒക്കെ ചപ്പി കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ നാക്ക് നക്കുന്നില്ലേ? അതുമാതിരി ഇതെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞിട്ട് എന്താണ്? ലേലിഹ്യസേ. നാക്ക് നക്കാണ്. ഇതെല്ലാം കൂടി കഴിച്ചിട്ട് എല്ലാം ഭഗവാൻ എന്നിട്ട് വിഴുങ്ങിയിട്ട് നാക്ക് നക്കാണ്. എനിക്ക് അപ്പൊ അങ്ങനെ ഭയാനകമായിട്ട് എനിക്കിത് കണ്ടിട്ട് ഭയാനകമായിട്ട് തോന്നുന്നു. അവിടുന്ന് കിരണങ്ങളോടുകൂടി ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. ഇതെല്ലാം കണ്ടിട്ട് അർജുനന് പേടിയാവാണ്. അതുകൊണ്ട് എന്താണ് അടുത്തത് വായിക്കാം. 31 വായിക്കാം. ആഖ്യാഹിമേകോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ദേവാദിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഭഗവാന്റെ ഈ വിശുദ്ധിയും ഭഗവാന്റെ ഈ ദിവ്യത്വവും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അർജുനൻ എന്ത് പറ്റി? ഇതെല്ലാം ഒരു വെല്ലുവിളി നേരിടുന്ന പോലെ തോന്നി അർജുനന്. ഭഗവാൻ തന്റെ സുഹൃത്ത് സാക്ഷാൽ ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ എന്നിട്ട് കൂപ്പുക അങ്ങ് ഈ എന്താണ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. ആദിപുരുഷനായ അങ്ങ് ആരാണ്? അങ്ങയെ എനിക്ക് ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം. അങ്ങ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. അങ്ങയുടെ ദൗത്യം എന്താണ്? ഇതെല്ലാം കൂടി കണ്ടിട്ട് ആകപ്പാടെ ഭീതി പൂണ്ട് അർജുനൻ പറയാണ്, അങ്ങയുടെ ദൗത്യം എന്താണെന്ന് എനിക്ക് ദയവായി പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ഇനി ഭഗവാന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാണ്. ഭഗവാൻ എന്താ പറയണേ? ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനികേഷു യോധാ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവനാണ് ഞാൻ. ഇവിടെ സന്നിഹിതനായി നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ ഏവരും കൊല്ലപ്പെടും. അല്ലെ? അപ്പൊ മരണത്തെ തടയാൻ ആർക്കും ആവില്ല. അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? വാസ്തവത്തില് 2 കക്ഷിയിലുമുള്ള എല്ലാവരും തന്നെ മരണത്തോട് അടുത്തിരിക്കുകയാണ്. അത് അർജുനൻ ഇവിടെ കാണുകയാണ്. അല്ലെ? എല്ലാവരും ഇപ്പൊ മാനുഫാക്ചറിങ് ഡേറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ? മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും കാണും എന്ത് സാധനവും വാങ്ങുമ്പോൾ, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റ് അടിച്ചപ്പോ തന്നെ എക്സ്പയറി ഡേറ്റും അടിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഇനിയിപ്പോ നമുക്ക് അതിനൊരു മാറ്റം, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നമുക്കത് അറിയാൻ വേണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ കണ്ടില്ലേ, അർജുനനെ താങ്ങാൻ പറ്റില്ല. പലരും ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, അയ്യോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തായിരുന്നാലും മുമ്പ് എന്തായിരുന്ന കാര്യം മറവി ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മറവി. നമുക്ക് താങ്ങാനാവാത്ത ഇതിനകത്ത് സമയമുണ്ടോ? ഓക്കെ, ഒരു 5 മിനിറ്റ്. ഒരു കഥയല്ല, ശരിക്കുള്ള ഒരു സംഭവമാണ്. മറ്റേ എന്താണ് ദ റീഇൻകാർണേഷൻ സ്റ്റോറി ഓഫ് ശാന്തി ദേവി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ട്. അത് ശരിയായിട്ടുള്ള നടന്ന സംഭവമാണ്. 1926 മധുര, നമ്മുടെ ഡൽഹിക്ക് അടുത്തുള്ള വൃന്ദാവനത്തിന് അടുത്തുള്ള മധുര എന്ന സ്ഥലത്ത് ഒരു കുട്ടി ജനിച്ചു. ശാന്തി ദേവി എന്ന് പേരിട്ടു. ആ കുട്ടി കുറച്ച് വലുതായി ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു 5 വയസ്സൊക്കെ അത് വായി നിറച്ചിങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും ഭർത്താവിന്റെയും കുട്ടിയുടെ, എന്റെ ഭർത്താവ് എന്റെ കുട്ടി എന്നൊക്കെ പറയാം. ആദ്യം ഇവരൊക്കെ വെറുതെ എന്താ ഈ കുട്ടി ഇങ്ങനെ വിജയിപ്പിച്ചുമ്പോഴും വെറുതെ കൊച്ചു പിള്ളേർ വായി തോന്നി പറയില്ലേ, അങ്ങനെ പറയുകയാണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും പറഞ്ഞു, ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം, ഇത് എന്തിങ്ങനെ സ്ഥലമൊക്കെ കൃത്യമായിട്ട് പറയണ്ട്. അവരുടെ ആ ഭാഗത്ത് നോർത്ത് ഇന്ത്യയിൽ തന്നെ ഏതൊരു സ്ഥലത്തെ പറ്റിയൊക്കെ പറയണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചു ഒന്ന് കൊണ്ടുപോയി കാണണമല്ലോ എന്ന് വെച്ചിട്ട് ഈ കുട്ടി, ഞാൻ ചുരുക്കി ജസ്റ്റ് പറയാണ്. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോ ആ സ്ഥലത്ത് ഇറങ്ങുമ്പോ തന്നെ ആ കുട്ടി, ആ സ്ഥലമൊക്കെ നല്ല പരിചയം, ആ കുട്ടിക്ക് ആ നാട് നല്ല പരിചയം, വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അവിടെ ചെല്ലുമ്പോ അച്ഛനെയും അമ്മയും ഭർത്താവിനെയും എല്ലാവരെയും കാണുന്നു. അപ്പൊ ഈ കുട്ടി ആരാ? ശാന്തി ദേവി 1925
ലുഗ്ദി ദേവി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി പ്രസവത്തിൽ മരിച്ചു, ചെറുപ്പക്കാരി. ആ കുട്ടിയാണ് വീണ്ടും അടുത്ത വർഷം 26-ൽ ഇവിടെ ശാന്തി ദേവിയായിട്ട് മധുരയിൽ ജനിക്കുന്നത്. അവിടെ ചെന്ന് ഈ കുട്ടി എല്ലാവരെയും കണ്ട് തിരിച്ചറിഞ്ഞു. ആരെങ്കിലും ഇത് വിശ്വസിക്കോ? എല്ലാവരും വിചാരിച്ചു, എല്ലാവർക്കും സംശയം ഇതെന്താ ഈ കാണുന്നതെന്ന്. പക്ഷെ ആ കുട്ടി ആ വീട്ടിലെ സകല കാര്യങ്ങളും ഓരോരുത്തരെയും ആ കുട്ടി തിരിച്ചറിയാണ്. ഭർത്താവിനെയും ആ കുട്ടി തിരിച്ചറിഞ്ഞു. അപ്പൊ ഭർത്താവ് അപ്പൊ എന്ത് ചെയ്തു? പരീക്ഷിക്കാൻ വേണ്ടി ആർക്കും അറിയാതിരുന്നൊരു കാര്യം, അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാണ്ട് ഒരു മനുഷ്യനും അറിയാതിരുന്ന ഒരു കാര്യം ഈ ഭർത്താവ് ഈ കുട്ടിയോട്, ഈ കൊച്ചുകുട്ടിയോട് ചോദിക്കും. ഈ 5 വയസ്സുള്ള കുട്ടി തല ചായച്ച് നാണം കുടുങ്ങിക്കൊണ്ട് അതിനുള്ള മറുപടി പറയുമ്പോ ഈ ഭർത്താവ് ആകെ ഞെട്ടിപ്പോകും. കാരണം ആർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു അത്. ഓക്കെ, അങ്ങനെ ഈ കുട്ടി ഇത് ഈ കുട്ടി ഈ കഥ ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പല ഫോറിനേഴ്സും വെസ്റ്റേണേഴ്സ് പല പാശ്ചാത്യ രാജ്യക്കാരും വന്നിരുന്നു ഇത് എന്താണ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പെൺകുട്ടി വളർന്നു 1926 ജനിച്ചു, 87 മരിച്ചു, 61 വയസ്സുള്ളപ്പോ. ഒരു മിനിറ്റ് കേട്ടോ, തൊണ്ട തീരെ പറ്റില്ല. സോറി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നതില്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ 1987 മരിച്ചു. 61 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടി വിവാഹം കഴിച്ചില്ല. കാരണം അവിടെയുമല്ല ഇവിടെയുമല്ല, ആ ജന്മത്തിലല്ല ഈ ജന്മത്തിൽ, ആ ഓർമ്മകളും കൊണ്ടാണ് നടക്കുന്നത്. ഈ ജന്മത്തിൽ വേറൊരു കുടുംബത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി വന്നാൽ നമ്മൾ വിചാരിക്കും എന്താ അറിഞ്ഞാൽ യാതൊരു ഇതേ അർജുന അന്താളിച്ച് നിൽക്കണ ഭാവി ഭൂതം വർത്തമാനം എല്ലാം കാണുകയാണ് ഭഗവാന്റെ ഒരു വിശ്വരൂപത്തില്. ഒരിക്കലും അത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ മറവി എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുപോലെ ചിലർ നമ്മൾ മരിക്കണ സമയം, ഈ ജന്മത്തിൽ മരിക്കണ സമയം അറിയണം ചിലർക്ക് തോന്നാറുണ്ട്. ഒരിക്കൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, എന്റെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ, എനിക്ക് അറിയുകയും ചെയ്യാം. അദ്ദേഹം ഭയങ്കര ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്ന ആളായിരുന്നു. ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ഒരിക്കൽ ചോദിച്ചു ഇങ്ങനെ അദ്ദേഹത്തിന് മരണസമയം കുറിച്ച് കൊടുത്തു ജ്യോത്സ്യൻ. 69 എത്രയോ വയസ്സിൽ ഇതാണ്, ഇന്ന സമയത്ത് ഇന്ന കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ആ സമയമായപ്പോഴത്തേക്കും അദ്ദേഹം പേടിച്ച് ഹാർട്ട് അറ്റാക്ക് ആയി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ ഇത് നമുക്ക് അറിയാൻ, മരണസമയം കുറിക്കാൻ ആർക്കാ? ഭഗവാൻ. എന്നോട് വേറൊരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്, മരണസമയം കുറിക്കാൻ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് വരെ പറയാൻ സാധിക്കില്ല. ജ്യോത്സ്യന്മാര് പോട്ടെ, ഏകദേശമൊക്കെ ഇങ്ങനെ നമുക്ക് ആ കഷ്ടകാലം വെച്ച് പറയാന്നല്ലാണ്ട് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് വരെ പറയാൻ പറ്റില്ല. അത് സാക്ഷാൽ ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്ന് എന്നോട് ഒരു ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് അറിയാണ്ടിരിക്കുന്നതാണ് നല്ലതും. നമ്മൾ ഓരോന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ പേടിയാണ്. നമ്മൾ ഇന്നത്തെ ഇമാതിരി നമ്മൾ ജീവിച്ചു പോകാൻ ഭഗവാനെ വിചാരിച്ചാൽ ഏറ്റവും നല്ലത്. അതുപോലെ കണ്ട എന്തായി, വട്ടാവും മനുഷ്യന്, അല്ലേ? അപ്പോ ഇവിടെ ഈ വിശ്വരൂപം ഇതിനു മുൻപ് യശോദാമയ്ക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അതുമാതിരി വിരാട രൂപം ദുര്യോധന കുരുസഭയില് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. പക്ഷെ ഇവിടെ എന്താ കാണുന്നത്? കാലരൂപമാണ് കാണുന്നത്. കാലം, ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം കാണുകയാണ് അർജുനൻ. അതാണ് അർജുനൻ ആകമാനം സ്തംഭിച്ച് വല്ലാത്ത ഭയം തോന്നുന്നത്. എല്ലാം നമുക്കും ഇത് ഭാവിയും ഭൂതവും ഒക്കെ അറിയാണ്ടിരിക്കുക ഏറ്റവും നല്ലത്, അല്ലെ? ഭഗവാൻ തരുന്ന ഭഗവാന്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോവുക. ഭഗവാൻ എന്ത് തരുന്നു അത് നന്നായിട്ട് സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതേണ്ടത്. എനിക്കറിയാം ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ ഇത്തിരി സമയം പോകുന്നു. പക്ഷെ ഇനി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചില കഥകൾ ഇങ്ങനെ ഓർമ്മ വരും, ചില സംഭവങ്ങൾ ഓർമ്മ വരും. അപ്പൊ അതങ്ങോട്ട് പങ്കുവെച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. 33 വായിക്കാം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ കാലമാണ് എന്ന് പറയാം. കാലത്തിന്റെ ഗതിയിൽ നടക്കുന്നതെല്ലാം ആരാണ്? ഭഗവാന്റെ ഹിതമനുസരിച്ചേ നടക്കൂ. ഭഗവാൻ സമയം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഓക്കെ, 33 വായിക്കാം. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം മയൈവതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. സവ്യസാചിൻ എന്ന് പറഞ്ഞാല് അർജുനൻ. എന്താണ് സവ്യസാചിന്റെ അർത്ഥം? ഇവിടെ പ്രഭുപാദരനെ പറഞ്ഞിട്ടുണ്ട്, അമ്പെയ്യുന്നതിൽ വിദഗ്ധനായുള്ളവൻ സവ്യസാചി. അമ്പെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആർച്ചർ, ഏറ്റവും നല്ല അമ്പെയ്യാൻ ഏറ്റവും നല്ല മിടുക്കൻ. അതാണ് എന്ത്? സവ്യസാചി. ഭഗവാൻ എന്താ പറഞ്ഞേ?
നിമിത്തമാത്രം ഭവ സവ്യസാചി. നീ ഒരു നിമിത്തം മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ എല്ലാവരും ഭഗവാന്റെ കയ്യില് ഉപകരണങ്ങൾ മാത്രമാണ്. ഇവരെല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഭഗവാൻ ആദ്യം പറയണ്ടല്ലോ അർജുനോട്, എണീക്കൂ, യുദ്ധം ചെയ്യൂ, നിനക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഫലം നിന്റെ കയ്യിലല്ല എന്ന് പറയണില്ലേ? അത് തന്നെ ഇവിടെ കാണിച്ചു കൊടുക്കാണ്. നിന്റെ കയ്യിലല്ല, ഇവരെല്ലാരും മരിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ആരും, നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരാരും ഈ രണഭൂമിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്നില്ല. പക്ഷെ നീ എന്റെ ഭക്തനും എന്റെ സ്നേഹിതനുമായതുകൊണ്ട് ആ ക്രെഡിറ്റ് ഞാൻ നിനക്ക് തരികയാണ്. എണീക്കൂ, യുദ്ധം ചെയ്യൂ, എന്നിട്ട് ആ ക്രെഡിറ്റ് നീ എടുക്കൂ. ഇവരാരും അല്ലെങ്കിലും പോകാൻ പോണില്ല, ഇതൊക്കെ എന്റെ നിശ്ചയമാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് മറ്റേ അർജുനോട് ഭഗവാൻ പറയാണ് അല്ലെ. നമ്മളും എന്താണ്, നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ കയ്യിൽ ഉപകരണങ്ങളാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ആരുടെ ഇപ്പൊ നേരത്തെ കൈ പിടിക്കുന്ന കാര്യം പറഞ്ഞു, അത് എന്താണ്, ഭഗവാൻ നമ്മളെ ഒരു ഉപകരണമായിട്ട്, എന്തെങ്കിലും ഒരാൾക്ക് നല്ലത് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും അവർക്കൊരു സഹായം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കും അത് ചെയ്യിപ്പിക്കാം. ഭഗവാന്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് നമ്മളതിനകത്ത് അഹങ്കരിക്കാൻ ഒന്നുമില്ല. എന്താ അതിന് പകരം ചെയ്യണ്ടേ? ഭഗവാനോട് നന്ദി പറയാ വേണ്ടേ? എന്നെ ഭഗവാൻ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചല്ലോ, ഇവർക്കൊരു സഹായം ചെയ്യാൻ എന്ന് ഭഗവാനോട് അഹങ്കരിക്കുന്നതിന് പകരം എന്താ വേണ്ടത്? ഭഗവാനോട് നന്ദി പറയാണ് നമ്മള് വേണ്ടത്. ഓക്കെ, അപ്പൊ യുദ്ധഭൂമി വിട്ട് ഇവിടെ ആരും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ, എന്നിട്ട് നീ ആ പേര് നീ എടുത്തോളൂ, ആ സൽപ്പേര്. യുദ്ധം ചെയ്ത് ജയിച്ചു, അർജുനൻ ആ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള പേര് നിനക്ക് ഇരിക്കട്ടെ എന്ന് ഭഗവാൻ പറയാണ്. ഓക്കെ, 34 വായിക്കാം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധ്യസ്വജേതാസി രണേ സപത്നാൻ. ട്രാൻസ്ലേഷൻ: ഭീഷ്മൻ, ദ്രോണർ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട, നീ പൊരുതുക മാത്രം ചെയ്താൽ മതി, ശത്രുക്കൾ തോറ്റുപോകും. അപ്പൊ നീ എന്താ വേണ്ടേ? എണീറ്റുന്ന് യുദ്ധം ചെയ്യാം അല്ലെ. ഭഗവാൻ ഇതിനകത്ത് കർമ്മണ്യേവാധികാരസ്തേ മാ ബലേഷു കഥാചന എന്നൊക്കെ ഇനി മുമ്പും പറഞ്ഞിട്ടില്ലേ? കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, അതിന്റെ ഫലം കാക്ഷിക്കണ്ടാന്ന്. അപ്പൊ ഇതും കണ്ടില്ലേ, കർമ്മം ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതിന്റെ ഫലം എന്താണ് അത് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഫലം ഭഗവാന്റെ കയ്യിലാണ് അല്ലെ. അപ്പൊ ഭഗവാന്റെ വഴി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തുടർന്ന് നമ്മുടെ ജീവിത സമരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. കാരണം എന്താണ്, എല്ലാ പരിപാടികളും എല്ലാം തന്നെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഭഗവാന് സറണ്ടർ ചെയ്ത് നമ്മള് ജീവിക്കാൻ മുമ്പോട്ട് കൊണ്ടുപോകാം. ഭഗവാന്റെ വഴികള് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ജീവിത സമരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ കഴിവല്ല, ഒന്നും തന്നെ നമ്മുടെ കഴിവല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. ഇത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവരാരും, ഭീഷ്മരും ദ്രോണരും ഇവരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആരും തന്നെ ഇവിടം വിട്ട് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എണീക്കൂ, പൊരുതൂ, എന്നിട്ട് അത് മാത്രം നീ ചെയ്താൽ മതി. അപ്പൊ എന്ത് പറ്റി? അർജുനൻ വധിച്ചു അല്ലെ, അർജുനൻ ജയിച്ചു എന്നുള്ള പേര് വന്നു. വേറെ അല്ലെങ്കിലും ഇവരാരും പോകാൻ പോണില്ല എന്ന് പറയാം. ഇനി അടുത്ത 35 വായിക്കാം. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടേ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാണ്? തുടക്കം ആദ്യത്തെ എന്താണ്? സഞ്ജയൻ വേദവ്യാസന്റെ ആ ഒരു അനുഗ്രഹത്താൽ ദിവ്യ ദൃഷ്ടി കിട്ടി. അങ്ങനെ സഞ്ജയൻ ആരാണ്? ധൃതരാഷ്ട്ര തേരാളി. അങ്ങനെ സഞ്ജയൻ ഇവിടെ നടക്കുന്നത് മുഴുവനും കാണുന്നു. അത് അങ്ങനെ തന്നെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെയാണ് ധൃതരാഷ്ട്ര ഇത് അറിയണത്. അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്ര ഇത് കാണുന്നത് എങ്ങനെയാണ്? സഞ്ജയന്റെ വാക്കുകളിലൂടെയാണ്. നമ്മളും കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പൊ സഞ്ജയൻ ഇവിടെ പറയാണ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഈ വാക്കുകളും കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ കാലമാണ്, ഞാൻ എല്ലാവരെയും എല്ലാവരും ഇവിടെ നിന്ന് ആരും പോകാൻ പോണില്ല, എല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ അനുഗ്രഹിക്കണു, നിനക്ക് ആ സൽപ്പേര് കിട്ടട്ടെ, ഭഗവാൻ ഞാൻ കാലമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സഞ്ജയൻ പറയാണ്, അർജുനൻ അത് വിറച്ച് ഭയഭക്തിയോടുകൂടി ഇടർന്ന സ്വരത്തില് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞു. ഇപ്പൊ എന്ത് പറ്റി? അമ്പരപ്പാർന്ന ഒരു ഭക്തന്റെ നിലയിലാണ് ഇപ്പൊ അർജുനൻ അല്ലെ. അമ്പരപ്പാർ ഇങ്ങനെ നിൽക്കുക കൈകൂപ്പി.
അർജുനൻ എന്താ പറഞ്ഞത്? നമുക്ക് 36 വായിക്കാം. സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്തിയ ജഗത് അനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ സമസ്യന്തി ച സിദ്ധസംഘാഃ. ട്രാൻസ്ലേഷൻ. അർജുനൻ പറഞ്ഞു, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു. അങ്ങയിൽ അനുരക്തരാകുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നു എങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. എല്ലാം സ്ഥാനത്ത് അതാത് പോലെ തന്നെ എല്ലാം അർജുനൻ പറയാം. അതുപോലെ തന്നെ എല്ലാം നടക്കുന്നത് അല്ലെ, ഒന്നിനൊരു മാറ്റമില്ല. ഇന്ദ്രിയങ്ങളുടെ നാഥ ഋഷികേശൻ, ഭഗവാന്റെ പേരെന്താ? ഋഷികേശൻ, ഋഷികീശൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പൊ ഭഗവാന്റെ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് കഴിഞ്ഞിട്ട് പറയാണ്. പിന്നെ അർജുനൻ എന്താ കാണുന്നേ? ഭക്തന്മാര് എന്താണ് ഭഗവാന്റെ തിരുനാമ കീർത്തനങ്ങൾ പാടി ആനന്ദഭരിതരായി തീരാണ് അല്ലെ. അങ്ങയിൽ അനുരക്തരായി തീരുക, അറ്റാച്ച്ഡ് ആവാണ് ഭഗവാനോട്. സിദ്ധി നേടിയവര് ഭക്തന്മാര് ഭഗവാനെ പ്രണമിക്കുകയാണ്. അതേസമയം അസുരഗണങ്ങളോ അവര് വിറച്ച് പേടി പൂണ്ടോടും. അവരെ ഈ രൂപം കാണും, അവര് പേടിച്ചു പോവാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്. ഭക്തന്മാരെന്താ ചെയ്യണേ? നാമജപം, ഭഗവാന്റെ ഇതിനകത്ത് നാമം ചൊല്ലിക്കൊണ്ട് നാമം ചൊല്ലി അവര് ഭഗവാനില് അനുരക്തരായി തീരാണ്. അപ്പൊ യുദ്ധഭൂമിയിൽ നടക്കാൻ പോകുന്നത് എന്തെന്ന് അർജുനൻ ഈ ഭഗവാനിൽ നിന്നും അർജുനൻ അറിഞ്ഞതിന് ശേഷം എന്ത് പറ്റി? അർജുനന് ബോധോദയം ഉണ്ടായി അല്ലെ. അപ്പൊ ഇതാണ് ഇവിടെ ഭക്തന്റെ കാര്യം ആണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഭക്തിയുടെ പാരമ്യത്തിൽ ഉള്ളതാരാ? ഗോപികമാരാണ് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെ. ഗോപികമാരെ ഭഗവാൻ മധുരയിലേക്കും കൊണ്ടുപോയില്ല, ദ്വാരകയിലേക്കും കൊണ്ടുപോയില്ല, ഹസ്തിനപുരത്തിലേക്കും വന്നില്ല. കാരണം എന്താ? ആ വൃന്ദാവനത്തിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഭഗവാൻ ഈ പറഞ്ഞ മാതിരി കാലരൂപോ വിശ്വരൂപ ഇതൊന്നും അല്ല. അവർക്ക് ഭഗവാൻ ആരാണ്? ആ മഞ്ഞപ്പട്ടുമുടുത്ത് തലയിൽ ഒരു മയിൽപീലിയും ചൂടി ഓടക്കുഴലൊക്കെ വെച്ച് സുന്ദരമായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് അല്ലെ. അതുപോലെ ഭക്തന്മാർക്കും ഈ ഒരു രൂപം, ഇതാണ് എല്ലാത്തിനെയും ഉത്ഭവസ്ഥാനം. ഈ ഒരു രൂപം മതി. ഇവിടെയും പറയുന്നു ഭക്തര് നാമം ചൊല്ലിയാണ്. നാമം ചൊല്ലി ഭഗവാനെ കൂപ്പി ഭഗവാൻ തന്നിരിക്കുന്ന കാര്യങ്ങള് വഴി പോലെ അത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാം സ്വീകരിച്ച് ഭഗവാന്റെ ആ വഴികൾ സ്വീകരിച്ച് ജീവിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി പിന്നെ നമ്മുടെ ജീവിത സമരത്തില് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ പ്രഭുപാദനും പറയണു എന്താണ്? പരമം പുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണമായിരിക്കുമെന്ന് ഭക്തന് അറിയാൻ പറ്റും അല്ലെ. എന്ത് ചെയ്താലും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഭക്തന് അറിയാം. അതുകൊണ്ട് ഇപ്പൊ അപ്പൊ നാമം ചെല്ലുക, ആ എല്ലാത്തിനെയും ഉത്ഭവസ്ഥാനമായ ശ്രീകൃഷ്ണമൂർത്തിയെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ? ശ്രീകൃഷ്ണ ഭഗവാനെ നമിക്കുക, ജപിക്കുക. അത് നമ്മളിപ്പോ പല പ്രാവശ്യമായി നമ്മളിത് പറയുന്നു. ഇവിടെയും ഇത് തന്നെ പറഞ്ഞു, നാമം ചൊല്ലുന്നു എന്ന്. നാമജപമാണ് ഈ പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ, എല്ലാ യുഗത്തിലും അതെ, ഇത് ദ്വാപര യുഗത്തിൽ നടന്ന സംഭവം, എല്ലാ യുഗത്തിലും അതെ നാമജപത്തിന് ഒരു വിശേഷതയുണ്ട്. പക്ഷെ ഈ കലിയുഗത്തില് ഈ ഇതുകൊണ്ട് മാത്രം ഓരോ യുഗത്തിലും ഓരോ ഓരോരോ ഇതുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ ധർമ്മങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഈ കലിയുഗ ധർമ്മം എന്ന് പറഞ്ഞാൽ നാമജപം. ആ നാമജപം എന്ത് നാമം വേണമെങ്കിലും ചെല്ലാം. പക്ഷേ കലിസുന്ദരൻ ഉപനിഷത്തിൽ നമ്മൾ പറഞ്ഞു കൃഷ്ണമാമന്ത്രം നമ്മൾ ചൊല്ലി ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാന്റെ അടുത്ത് നമുക്ക് ഭഗവാൻ പാദം നമുക്ക് പോകാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇതെല്ലാം കണ്ട് ഈ ഒരു അവബോധം ഉണ്ടായ അർജുനൻ ഇനിയും ഭഗവാനെ കീർത്തിക്കുകയാണ്. അത് നമുക്ക് അടുത്ത സെഷൻസിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എന്താണ് പറഞ്ഞത്? അങ്ങയുടെ തിരുനാമത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു എന്ന് എന്താ? അങ്ങയിൽ അനുരക്തരായി തീരുന്നു. അപ്പൊ നമുക്കും അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് ഭഗവാനെ നമിച്ച് ഭഗവാന്റെ ആ നാമം ചൊല്ലിയിട്ട് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്റെ ഇടയിലൊക്കെ ഇത്തിരി ഡിസ്റ്റർബൻസസ് തൊണ്ടയുടെ ഇത് കൊണ്ടിട്ട് വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നന്ദി. Over to you, Shashwati Mataji. Thank you, Mataji. It was a very lovely session. You gave such nice examples, and even the story of Shanti Devi, it was very nice. And despite like being sick, you gave such a nice session. So does anybody have any questions? Does anybody have any questions or any comments, any realizations that they want to share?
Any questions? Unmute ചെയ്തിട്ട് ചോദിക്കാം. Hare Krishna, Radhashakti Mataji. Very nice class. Enjoyed it, Mataji. നന്നായിരുന്നു. Especially that story about Shanta Devi was also very apt at that time. It was very nice. Thank you, Mataji. Hare Krishna. Okay, so if there are no more questions, just we'll conclude the session. So we would like to um, offer our humble obeisances and sincere gratitude and to thank Rajesh Prabhu today, Purna Nandini Malini Mataji and Radha Shakti Mataji for mercifully sharing all the glories of Harinam and explaining all the Bhagavad Gita shlokas in such a simple and beautiful manner. And also thanking all the devotees who have assembled today, this evening. So right now, let's just conclude the session by taking blessings from Lord Narsimdev. Namaste Narasimhaya Daladadai Hiranyakashipurapsara Shilatankanakalaye Ito Narasimho Karato Narasimho Yato Yamita Narasimho Mahela Simha Hridaye Narasimha Narasimhamanam Sharanam Tapate Tavakarakamalavare Nata Buddhashinga Dalita Hiranyakashipu Tanubringa Krishna Hari Rupa Jagadish Hare Jaya Jagadish Hare Jaya Jagadish Hare Jaya Narasimhadev Jaya Narasimhadev Narasimhadev Jaya Narasimhadev Jaya Praladnara Jaya Praladnara Praladnara Jaya Praladnara Jai Guru Hari Bol Hari Bol Hari Bol Jai Guru Hari Bol. Okay. Thank you everybody for attending this session. See you next on Friday. Thank you. Hare Krishna. Hare Krishna.